Hey guys, it's me Shiva. You are watching TV Motomotives YouTube channel. പുതിയതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴിൽ കണ്ട പോലെ നമ്മുടെ ആ 135 ഉണ്ടല്ലോ, അതിൽ അടുത്ത അപ്ഗ്രേഡ് ആണ്. നമ്മൾ നൈസായിട്ടൊരു ഇൻഡോനേഷ്യൻ സ്പെക്കിലോട്ടാണല്ലോ വണ്ടി പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് പ്ലാൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വന്തം ശമ്പ് കണ്ടല്ലോ, ഇപ്പോൾ ഇൻസ്റ്റയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ശമ്പിൻ്റെ ഒക്കെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം നമുക്ക് പുറത്തുനിന്ന് സാധനം ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പ്രൈസാണ് എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇവിടെ നമ്മുടെ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫുട്ടേഴ്സ് കാരണം നമ്മൾ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ സ്റ്റമ്പ് കയറ്റുന്നതിനും എല്ലാം കൂടെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും അടുത്ത് നമുക്ക് വീൽ കയറാം, നമുക്ക് യൂസ് ചെയ്യാം, ഡിസ്ക് കയറാം, എങ്ങനെയാണ് അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത് അതെല്ലാം കാര്യം പറഞ്ഞുതരാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ അഡാപ്റ്റർ വെച്ച് മുറുക്കിയിട്ടുണ്ട്. നമ്മൾ SS7 മുറുക്കിയേക്കുന്നത്. അത് ക്ലീൻ ആയിട്ടാണ് ചെയ്യുന്ന സാധനം. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പ്ലേറ്റ് പറയാനുള്ള പ്ലേറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇതുണ്ടല്ലോ, നമ്മുടെ PS6 ടൈപ്പ് GT പ്ലേറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലൂടെ വെച്ച് മുറുക്കിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പം നമ്മൾ കണ്ടുപിടിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ആ സീസൺ എപ്പോഴും നമ്മൾ സെൻറ്റർ ചെയ്യുന്നത് ഈ സൈഡിൽ RXൻ്റെ സ്റ്റോക്ക് ഫേസറും അടുത്ത സൈഡിൽ നമ്മൾ ഷൈൻ്റെ പിനിയൻ ബോക്സുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. വീൽ പക്കാ സെൻറ്ററാണ്. ലുക്ക് ഉണ്ടല്ലോ, പക്കാ നമ്മൾ ഉദ്ദേശിച്ച ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം വണ്ടിക്ക്. ഇനി നമ്മൾ കാലിപ്പർ വെച്ച് സെറ്റ് ചെയ്യണം. അതൊക്കെ സെറ്റ് ചെയ്ത് മറ്റേ പമ്പിങ് എല്ലാം ചെയ്ത് ഫൈനൽ ഔട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം MC കിറ്റ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സിൽവർ കളർ അഡ്ജസ്റ്റബിളിൻ്റെ ആട്ടോ. അത് നമ്മൾ സിൽവർ കളർ കേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാലിപ്പർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ മൊത്തം സെറ്റ് ചെയ്ത് പമ്പിങ്ങും ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. സാധനമാണ് വണ്ടപ്പള്ളി മൊത്തം കഴിഞ്ഞു. വണ്ടി നമ്മൾ ലുക്കാണ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലൊരു എസ്തെറ്റിക് ലുക്ക് വ്യത്യാസം കൊടുക്കുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക് ഇത്. അപ്പോൾ ആദ്യം പറയുകയാണ്, നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഗ്ലാഡിയറിൻ്റെ സ്റ്റാമ്പിലായിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ലൈറ്റിൽ കട്ട് ചെയ്ത് വർക്ക് ചെയ്തെടുത്താണ്. അത്യാവശ്യം ഇതുണ്ടല്ലോ, അതിൻ്റെ പെയിൻറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. കണ്ടല്ലോ, നൈസായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഏരിയയിൽ നമ്മൾ പെയിൻറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. ചിലവർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യും. നമുക്ക് അത്രയും ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് ശരിക്കും ലോ ബഡ്ജറ്റാണ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പകുതി കോസ്റ്റ് നമുക്ക് ഇതാകുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ കണ്ടല്ലോ, വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഒരു രക്ഷയില്ല. ഈ സാധനം നമ്മൾ തന്നെ പറയാം എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. എസ്തെറ്റിക്കലി വണ്ടിയുടെ ലുക്ക് എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു ഐഡിയ വളരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി മൾഗാർഡ് വെക്കണം. നമ്മുടെ ഡിസ്ക് ലൈറ്റ് ഉണ്ടല്ലോ, GT ഡിസ്ക് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതും പക്കാ ലുക്കാണ് വണ്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ മൾഗാർഡ് വെച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഡൗട്ട് ആയാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. വെരി സ്പെഷ്യൽ ഫ്രം TV Motomotives.